നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. അല്ല, കൊറേ നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, നീ എന്താ കടന്നൽ കുത്തിയ മാതിരി മോന്തേ വീർപ്പിച്ച് നടക്കണത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു കള്ളന്റെ ഭാര്യയായിട്ട് ഒരിക്കലും സൃഷ്ടിക്കരുതേ എന്റെ ദൈവമേ. ദേ, നമ്മുടെ നാട്ടില് എല്ലാവർക്കും ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. ഞാനേ ഒരു ഗവൺമെന്റ് ജീവനക്കാരന്റെ ഭാര്യയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരാൻ പോണൂന്ന് പേപ്പറിലുണ്ട്. എന്നാ പിന്നെ വേഗം പോയി വല്ല ഉദ്യോഗസ്ഥന്മാരെയും കെട്ടിക്കോ. പോകുമ്പോ 2 കൊച്ചുങ്ങളെയും കൂടി കൊണ്ടുപോകാൻ മറക്കണ്ട. നിങ്ങൾക്ക് എല്ലാം തമാശയാ. ഒരു കള്ളന്റെ ഭാര്യയുടെ വിഷമം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കള്ളന്റെ ഭാര്യയുടെ വിഷമല്ലേ, കള്ളന്റെ വിഷമമൊന്നുമല്ലല്ലോ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? അല്ലെങ്കിലും വാദിക്കാൻ നിങ്ങൾ പണ്ടേ മിടുക്കനാ. അല്ല, ഇതെന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു കൊച്ചു വർത്തമാനം? ഡാ, നീ വെറുതെ എരന്ന് വാങ്ങണ്ട. എപ്പോഴാ എന്റെ നിയന്ത്രണം പോവാന്ന് എനിക്കെന്നെ അറിയില്ല. അല്ല ചേച്ചി, നിങ്ങൾക്ക് എന്തത്ര വലിയ പ്രശ്നോ? കുട്ടപ്പച്ചേട്ടൻ 24 മണിക്കൂർ സമ്പാദിക്കല്ലേ? ഇവക്ക് ഞാൻ എന്ത് കൊടുത്താലും പോരാ പോരാ എന്നുള്ള വിചാര. നീ പിന്നെ ഒറ്റത്തടിയല്ലേ, നിനക്ക് എന്താണോ ചെലവ്? ഹൈന് കള്ളന്മാർക്കാരാണെന്ന് പെണ്ണുതരിക. അപ്പോ എനിക്ക് പെണ്ണ് കിട്ടിയതോ? ദേ മനുഷ്യ, നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ല, ചേച്ചി കട്ടതാണോ കുട്ടപ്പച്ചേട്ടെ? അങ്ങനെ ഒരു മണ്ടത്തരം എനിക്ക് പറ്റിയടാ. നിങ്ങൾ ഈ ചളി വർത്തമാനം പറഞ്ഞോണ്ടിരുന്നോ? മക്കള് 2ആളും വലുതായി വരിക. അച്ഛൻ എന്താ ജോലിന്ന് ചോദിച്ചാ എന്താ പറയാ? അത് നീ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും എണ്ണം ദിനം പ്രതി പെരുകി പെരുകി വരിക. അല്ല, എല്ലാരും ഈ തൊഴിലിറങ്ങിയാൽ നമ്മൾ തെണ്ടേണ്ടി വരും കേട്ടോ. നീ നിന്റെ കരിനാക്ക് വളച്ചൊന്ന് ചൂടണ്ട. ദേ, നിങ്ങൾ 2ആളോടും പറയാ. ഒരു വീഡിയോ കണ്ടിരുന്നോ? എന്ത് വീഡിയോ? ഞാൻ ദിവസം കാണലുണ്ടല്ലോ വീഡിയോ. റീൽസ് അല്ലേ? അതല്ല, ഒരു പയ്യൻ പലരോടും ഫോൺ ചെയ്യാൻ മൊബൈൽ ചോദിക്കുന്നു. എന്നിട്ട് ഒരു മാന്യൻ ഫോൺ കൊടുക്കുന്നു. വെറും 30 സെക്കൻഡ് കൊണ്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ പുഷ്പം പോലെ അവന്റെ അക്കൗണ്ടിൽ എത്തുന്നു. എത്ര സിമ്പിൾ. നിങ്ങളാ പയ്യനെ മുഖത്തേക്ക് നോക്കി, എന്തൊരു നിഷ്കളങ്കമായ മുഖം. ആരും ഫോണ് കൊടുത്തൂലേ? അല്ല, നിങ്ങളെ മുഖത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മുത്തങ്ങയിലെ എടഞ്ഞ കൊമ്പനെ പോലെ ഒരു മോന്തയാ. താടിയും താലിയും ഒക്കെ പാടേ. അവന്റെ ഒരു ഉപമ. അതെ, ഞാൻ ഇവനെ കൊന്ന് ജയിലിൽ പോവും. അല്ല, നീ ആ കത്തിങ് എടുത്തേ. അടുത്തൊടുക്കി പുല്ലരിയാൻ പോകണ്ടാവും. ഓ പിന്നെ, നിങ്ങളല്ലേ കുത്താൻ പോണത്. എടോ, നീ കേക്കണം. ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്നാളൊരു തെരുവ് നായെ കണ്ട് ഇങ്ങേരോടി ഓട്ടം. പറയണോ എന്റെ ദൈവമേ? അതിരിക്കറിയാം, അമ്മാര് ധൈര്യാണ്. അത് പിന്നെ ഞാനേ സീരിയസ് ആയിട്ട് പറയാ, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ജോലി ഒന്ന് വിടണം. വേഗം വിട്ടോ. നിന്നെ തട്ടിക്കൊണ്ടുപോവാനേ കമ്പനികൾ ക്യൂ നിക്കല്ലേ. നിങ്ങൾ അങ്ങനെ വെക്കാനൊക്കെ ഒന്നും വേണ്ട. അല്ല, നിങ്ങൾ പറഞ്ഞതിന് ചിരിക്കാനായാലും നിങ്ങൾ പറയണേ, എനിക്കൊന്ന് ചിരിക്കാനാ. അതെ, നിങ്ങൾ 2 പേരും ഇങ്ങനെ ചളി കടന്ന് ഉരുണ്ടോ? ഐഡിയ. എന്താ എന്തു പറ്റി? കുട്ടപ്പേട്ട, നിങ്ങൾ നല്ലൊരു താടി വെക്കണം. താടിയോ? ഐശ്വര്യമുള്ള താടി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ചളി ഉണ്ടല്ലോ, അത് നിർത്തേണ്ടി വരും. ചിന്തിക്കുന്നതായിട്ട് അഭിനയിക്കണം. എന്നിട്ട് പിന്നെ തൽക്കാലങ്ങൾ നാട്ടിൽ നിന്നൊന്ന് പോണ്ടി വരും. നാട്ടിൽ നിന്ന് പോവ്? അതെ, ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാന്നേ. ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് പ്രശ്നങ്ങൾ കൂടി വരില്ലേ. കുട്ടപ്പേട്ടന്റെ പേരൊന്ന് മാറ്റണം. നീ എന്തൊക്കെ ഈ പറയണത്? ഞാൻ പറയങ്ങള് കേക്കി. കുട്ടപ്പാനന്ദ സ്വാമികൾ നോക്കിയാലോ? എങ്ങനെയുണ്ട്? സ്വാമികൾ? ദേ, നിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്. നിങ്ങളിത് കേക്കി. നിങ്ങൾ ആളുകളെ സാമ്പത്തിക പ്രശ്നം തീർക്കുന്നേ, അവര് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീർത്തു തരും, ഉറപ്പ്. അല്ല, ഇങ്ങേരുടെ പ്രശ്നം തീർക്കാൻ തന്നെ പറ്റണില്ല, എന്നിട്ടാ നാട്ടുകാരുടെ പ്രശ്നം. നീ മിണ്ടരുത്. ചേച്ചിയെ, വീട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ പറ്റാത്തവർ തന്നെയാണ് നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ ബെസ്റ്റ്. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതല്ലേ, പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് നമ്മളെ കുട്ടപ്പേട്ടനെ സാമിയാക്കണ കാര്യം ഞാൻ ഏറ്റ്. അല്ലടോ, ഇതൊക്കെ വല്ലതും നടക്കുവോ? അല്ല, അപ്പൊ നീ എങ്ങനെ രക്ഷപ്പെടുവെന്നാ? കുട്ടപ്പേട്ടനറിയോ, എനിക്ക് കുറച്ച് സാഹിത്യവാസനയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചിരിക്കാൻ പറഞ്ഞല്ല, സത്യമായിട്ടുണ്ട്. ഇപ്പൊ വലിയ വലിയ ആൾക്കാരെ സ്തുതിച്ച് പാട്ട് എഴുതുന്നവർക്ക് നല്ല മാർക്കറ്റല്ലേ നമ്മുടെ നാട്ടില്. അത് കറക്റ്റ്. ഇത് വൈറലായ സ്ഥിതിക്ക് ഇനി ഇഷ്ടംപോലെ ഈ ഫീൽഡിൽ സ്കോപ്പ് ഉണ്ട്. പാട്ട് കൊഴിപ്പിക്കാൻ ഡാൻസ് ഉണ്ടല്ലോ. അല്ല, നിനക്ക് തലയിൽ എന്താ ഓളുണ്ടോ?
ഒന്നോ രണ്ടോ പാട്ട് എഴുതിയത് കൊണ്ട് ജീവിക്കാൻ പറ്റണോ? നിങ്ങൾ കണ്ടോളി കുട്ടപ്പേട്ട, തള്ളുന്നവർക്കല്ലേ ഇപ്പൊ നാട്ടില് മാർക്കറ്റ്. അത് അത് correct. കറക്റ്റ്. ആ കുട്ടപ്പേട്ട കണ്ടോളി, ഈ കള്ളം പവിത്രൻ എഴുതി അവാർഡുകളൊക്കെ വാരി കൂട്ടി വലിയൊരു എഴുത്തുകാരനാവിടത്. ഇത് ക്ലിക്ക് ചെയ്താ ഈ വീടിന്റെ മുമ്പിൽ ഞാനൊരു ബോർഡ് വെക്കും. പോടോ. ഹാ, കള്ളൻ പവിത്രൻ ഈ വീടിന്റെ ഐശ്വര്യം. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ്, ശ്രുതി. ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്